എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. പൂന്തോട്ടത്തിൽ ചെന്നപ്പോൾ വസന്തകാലത്തിൻ്റെ സന്തോഷം എല്ലാവരും ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. പുഷ്പനിബിഡമായ മരങ്ങൾ ലഹരി പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം പരത്തുന്നു. എല്ലാം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ്. പക്ഷികൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടുകയും ചിലയ്ക്കുകയും ചെയ്യുന്നു. അവ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഫൗസ്റ്റീന, ആനന്ദിക്കുക, സന്തോഷിക്കുക. എന്നാൽ എൻ്റെ ആത്മാവ് പീഡനത്തിലും അന്ധകാരത്തിലും തന്നെ കഴിഞ്ഞു. എല്ലാ സൃഷ്ടവസ്തുക്കളോടും എൻ്റെ ചുറ്റുമുള്ള എല്ലാറ്റിനോടും സംസാരിക്കാനുള്ള കൃപയുള്ളതിനാൽ എൻ്റെ ആത്മാവ് മർമ്മര ശബ്ദത്തോട് വളരെ സൂക്ഷ്മവേദിയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഭൂമിയെ ഇപ്രകാരം അലങ്കരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ പ്രിയൻ എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയത്തിന് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അവനെ കണ്ടുമുട്ടുവോളം എനിക്ക് സ്വസ്ഥത ലഭിക്കില്ല. ദൈവത്തെ കൂടാതെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടുന്ന് മതിയായവനാണെങ്കിൽ പോലും എന്നെ കൂടാതെ അവിടുത്തേക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയ് 6, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം. അതിരാവിലെ മുതൽ എൻ്റെ ആത്മാവ് ദൈവസ്പർശം അനുഭവിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം സ്വർഗീയ പിതാവുമായി അല്പസമയം ഞാൻ സമ്പർക്കം പുലർത്തി. സ്നേഹജ്വാലയുടെ നടുവിലേക്ക് ഞാൻ അടുപ്പിക്കപ്പെട്ടു. ബാഹ്യമായ ഒന്നുമായും ദൈവത്തിൻ്റെ പവിത്രമായ സ്നേഹത്തെ താരതമ്യപ്പെടുത്താൻ സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മാംസം ധരിച്ച വചനത്തിൻ്റെ സന്തോഷം ഞാൻ ദർശിച്ചു. പരിശുദ്ധ ത്രിത്വത്തിൽ ഞാൻ നിർലീനയായി. എനിക്ക് വീണ്ടും പരിസരബോധമുണ്ടായപ്പോൾ എൻ്റെ ആത്മാവ് അഭിലാഷം കൊണ്ട് നിറഞ്ഞു. ദൈവവുമായി ഐക്യപ്പെടാൻ തീവ്രമായി ഞാൻ അഭിലഷിച്ചു. ഈ ദിവസത്തെ സ്നേഹത്തിൻ്റെ പ്രതിബന്ധമില്ലാത്ത ഹർഷാനുഭൂതി എന്ന് ഞാൻ വിളിക്കുന്നു. കാരണം സ്വർഗീയ പിതാവിനോടുള്ള അത്യധികമായ സ്നേഹം എന്നെ ആവരണം ചെയ്തു. ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചവും ഒരു ചെറിയ ബിന്ദുവായി എനിക്ക് തോന്നി. എൻ്റെ ഓരോ ഹൃദയത്തുടിപ്പും അവിടുത്തേക്ക് പ്രിയങ്കരമാണെന്ന് ആന്തരികമായി ദൈവം എന്നെ അറിയിക്കുമ്പോൾ, എന്നോട് പ്രത്യേക സ്നേഹം അവിടുന്ന് പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷമില്ല. എന്നോടുള്ള അവിടുത്തെ സ്നേഹത്തെയും എൻ്റെ ആത്മാവ് അവിടുത്തെ എത്രമാത്രം പ്രീതിപ്പെടുത്തുന്നു എന്നതിനെയും സംബന്ധിച്ച് ശക്തമായ ആന്തരിക ബോധ്യം ദൈവം നൽകുമ്പോൾ എൻ്റെ ആത്മാവ് ആഴമായ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. ഈ ദിവസം മുഴുവൻ എനിക്ക് യാതൊന്നും ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം കൊണ്ട് സംതൃപ്തയായതായി എനിക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ ആഴമളക്കാനാവാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും വലിയ തെളിവായി അവിടുത്തെ ഏകപുത്രനെ അയക്കാൻ അളവറ്റ കരുണയുള്ള ദൈവം തിരുമനസ്സായി. അവിടുന്ന് പാപികളെ തിരസ്കരിക്കുന്നില്ല. അവിടുത്തെ അതിരില്ലാത്ത കരുണയിൽ അവിടുത്തെ നിക്ഷേപം അവർക്ക് വേണ്ടി കൂടി അങ്ങ് തുറന്നു കൊടുത്തു. ആ നിക്ഷേപത്തിൽ നിന്ന് നീതീകരണം മാത്രമല്ല, ഒരാത്മാവിന് പ്രാപിക്കാൻ പറ്റുന്ന എല്ലാ വിശുദ്ധിയും സമർത്ഥമായി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും. മഹത്തായ കരുണയുടെ പിതാവേ, എല്ലാ ഹൃദയങ്ങളും അങ്ങയുടെ അനന്തമായ കരുണയിലേക്ക് വിശ്വാസത്തോടെ തിരിയണമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങയുടെ അത്യഗാധമായ കരുണ കൂടാതെ ആരും അങ്ങേ തിരുമുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല. അങ്ങയുടെ കരുണയുടെ രഹസ്യം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനുവേണ്ടി യഥായോഗ്യം അങ്ങേക്ക് നന്ദി പറയാൻ അനന്തത പോലും മതിയാകുകയില്ല. ഓ, നാം വിശ്വസിക്കണമെന്ന് സഭ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ ആത്മാവിൻ്റെ അന്തരംഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എത്ര മധുരതരമാണ്. എൻ്റെ ആത്മാവ് സ്നേഹത്തിൽ ആഴ്ത്തപ്പെടുമ്പോൾ ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായും വേഗത്തിലും ഞാൻ ഉത്തരം കണ്ടെത്തുന്നു. സ്നേഹത്തിന് മാത്രമേ ചെങ്കുത്തായ പാറയെയും കൊടുമുടികളെയും തരണം ചെയ്യാൻ സാധിക്കൂ. സ്നേഹം, ഒരിക്കൽ കൂടി പറയട്ടെ, സ്നേഹം. മെയ് 12. ചില സമയങ്ങളിൽ അസാധാരണമായ അന്ധകാരം എൻ്റെ ബുദ്ധിയെ കീഴടക്കുന്നു. എൻ്റെ ഇഷ്ടത്തിനെതിരായി ഇല്ലായ്മയിൽ ഞാൻ ആഴ്ന്നു പോകുന്നു. മെയ് 20, 1937. ഒരു മാസം മുഴുവൻ ഞാൻ നല്ല ആരോഗ്യവതിയായിരുന്നു. അപ്പോൾ രോഗത്തിൽ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അവിടുത്തോട് ആവശ്യപ്പെട്ട പ്രകാരം ആരോഗ്യദൃഢഗാത്രയായി അവിടുത്തെ സ്നേഹിക്കുന്നതോ ഏതാണ് കർത്താവിന് കൂടുതൽ പ്രീതികരമെന്ന് അറിഞ്ഞുകൂടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഈശോ എന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഓ, ഒരു മഠത്തിൽ മറ്റു സഹോദരികളോട് കൂടി ജീവിക്കുന്നത് എത്ര ആനന്ദപ്രദമാണ്. എന്നാൽ ഈ മാലാഖമാർ മനുഷ്യ ശരീരങ്ങളിലാണെന്നത് ഞാൻ മറക്കരുത്.
ഒരവസരത്തിൽ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ സാത്താൻ ആരെയോ ധൃതിപ്പെട്ട് അന്വേഷിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ അവൻ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ എന്താണ് അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന് ഏറ്റുപറയാൻ ദൈവനാമത്തിൽ കൽപ്പിക്കാൻ എനിക്ക് ആന്തരികമായ ഒരു പ്രേരണ ലഭിച്ചു. വൈമനസ്യത്തോടെ അവൻ വെളിപ്പെടുത്തി, ഞാൻ അലസരായ ആത്മാക്കളെ അന്വേഷിക്കുകയാണ്. സന്യാസ ജീവിതം നയിക്കുന്ന ഏതു തരം ആത്മാക്കളിലേക്കാണ് അവന് ഏറ്റവും എളുപ്പമായി പ്രവേശിക്കാൻ പറ്റുന്നതെന്ന് എന്നോട് പറയാൻ ഞാൻ വീണ്ടും ദൈവനാമത്തിൽ കൽപ്പിച്ചു. വീണ്ടും അതൃപ്തിയോടെ അവൻ പറഞ്ഞു, മടിയരും അലസരുമായ ആത്മാക്കളിലേക്ക്. ഞാൻ ആ വിവരം കുറിച്ചുവച്ചു. അപ്രകാരമുള്ള ഒരാത്മാവും ഇപ്പോൾ ഈ ഭവനത്തിലില്ല. അധ്വാനിച്ച് ക്ഷീണിതരാകുന്ന ആത്മാക്കൾ ആനന്ദിക്കട്ടെ. മെയ് 22. ഇന്ന് സഹിക്കാൻ പറ്റാത്ത വിധം ചൂട് വളരെ കഠിനമാണ്. മഴയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം ദാഹിക്കുകയാണ്. എങ്കിലും മഴ ലഭിച്ചില്ല. പല ദിവസങ്ങളിലും ആകാശം മേഘാവൃതമായിരുന്നെങ്കിലും മഴ പെയ്തില്ല. ചെടികൾ വെള്ളത്തിനായി ദാഹിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അനുകമ്പ തോന്നി. കർത്താവ് ഞങ്ങൾക്ക് മഴ അയക്കുന്നതുവരെ കരുണയുടെ ജപമാല ചൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. അത്താഴത്തിനു മുമ്പ് ആകാശം മേഘാവൃതമായി. ശക്തമായ മഴ ഭൂമിയിൽ പതിച്ചു. 3 മണിക്കൂർ ഇടതടവില്ലാതെ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന വഴി എല്ലാ കാര്യങ്ങളും ആർജിച്ചെടുക്കാമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. മെയ് 23. ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. വിശുദ്ധ ബലിയുടെ സമയത്ത് പെട്ടെന്ന് ഞാൻ ഏറ്റവും പരിശുദ്ധ ത്രിത്വവുമായി ഐക്യപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കി. അവിടുത്തെ മഹത്വവും പ്രഭാവവും ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ 3 പേരുമായി ഐക്യപ്പെട്ടിരുന്നു. ഏറ്റവും സംപൂജ്യരായ ഇവരിൽ ഒരാളോട് ഐക്യപ്പെടുമ്പോൾ തന്നെ മറ്റു 2 പേരോടും ഞാൻ ഐക്യപ്പെട്ടിരുന്നു. അവർണ്ണനീയമായ ആനന്ദവും സന്തോഷവും എൻ്റെ ആത്മാവിൽ അനുഭവിച്ചു. ഇതേക്കുറിച്ച് എഴുതി അറിയിക്കാൻ വാക്കുകളില്ലാത്തതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ സഭാസമൂഹത്തിലെ ഏറ്റവും വിശ്വസ്തയായ മകളായി നിന്നെ പരിഗണിക്കണമെന്ന് സുപ്പീരിയർ ജനറലിനോട് പറയുക. ഈ വാക്കുകൾക്ക് ശേഷം ദൈവസന്നിധിയിൽ സൃഷ്ടവസ്തുക്കളെല്ലാം എന്താണെന്നുള്ള ആന്തരിക അറിവ് എനിക്ക് ലഭിച്ചു. അവിടുത്തെ മഹത്വം നിസ്സീമവും അഗ്രാഹ്യവുമാണ്. അവിടുത്തെ കരുണയുടെ അത്യഗാധത കൊണ്ടാണ് അവിടുന്ന് ഉന്നതങ്ങളിൽ നിന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. കണ്ണീരിൻ ഈ താഴ്വരയിൽ എല്ലാറ്റിനുമുണ്ടൊരന്ത്യം. കണ്ണീര് വറ്റും, വേദന ശമിക്കും, നിലനിൽക്കും ഒന്നു മാത്രം, നിന്നോടുള്ള സ്നേഹം. ഓ നാഥ, ഈ പ്രവാസത്തിൽ എല്ലാറ്റിനുമുണ്ടൊരന്ത്യം. ആത്മാവിൻ അഗ്നിപരീക്ഷണങ്ങൾക്കും മരുഭൂമി അനുഭവങ്ങൾക്കും നിരന്തരം വേദനയിൽ ജീവിക്കുന്നെങ്കിലും പതറുകയില്ലവൾ, തെല്ലും ദൈവം കൂടെയുണ്ടെങ്കിൽ. 27. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. എൻ്റെ മകളെ, നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ. കർത്താവായ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നിനെയും ഭയപ്പെടേണ്ട. നീ എൻ്റെ ഹൃദയത്തിലാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ വലിയ പ്രതാപം ഞാൻ അറിഞ്ഞു. ഒന്നിനെയും ദൈവത്തിൻ്റെ ഏറ്റവും നിസ്സാരമായ അറിവുമായി പോലും താരതമ്യപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൻ്റെ ഒരു പ്രവൃത്തിയുടെ മുന്നിൽ ബാഹ്യമായ മഹത്വമെല്ലാം ഒരു തരി പൊടി പോലെ ചെറുതായി പോകുന്നു. കർത്താവ് എൻ്റെ ആത്മാവിലേക്ക് ആഴമായ സമാധാനം വർഷിച്ചിരിക്കുന്നതിനാൽ ഒന്നിനും ഇനി എന്നെ അസ്വസ്ഥയാക്കാൻ സാധ്യമല്ല. എന്തു തന്നെ ചുറ്റും സംഭവിച്ചാലും ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ അസ്വസ്ഥയാകുന്നില്ല. ലോകം മുഴുവൻ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ പോലും ദൈവം വിശ്രമിക്കുന്ന എന്നിലെ നിശബ്ദതയുടെ ആഴത്തെ അത് ബാധിക്കുകയില്ല. എല്ലാ സംഭവങ്ങളും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ പാദത്തിന് കീഴിലാണ്. ഈ അഗാധമായ അറിവ് പൂർണ്ണ വിടുതലും ആത്മീയ സ്വാതന്ത്ര്യവും എനിക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവവുമായുള്ള എൻ്റെ ഗാഢബന്ധത്തെ തകർക്കാൻ ഒന്നിനും മാലാഖമാരുടെ ശക്തിക്ക് പോലും സാധിക്കുകയില്ല. ദൈവവുമായി ഐക്യപ്പെട്ടിരിക്കുമ്പോൾ ഉന്നതമായി എനിക്ക് അനുഭവപ്പെടുന്നു. ദൈവവുമായി ഗാഢബന്ധത്തിൽ ജീവിക്കുന്നതും ഹൃദയത്തിൽ ദൈവീക ജ്ഞാനം ഉണ്ടായിരിക്കുന്നതും എത്ര ആനന്ദപ്രദമാണ്.